Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. അതായത് നാടൻ സ്റ്റൈലിൽ നമുക്കിങ്ങനെ കടലക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് കടലക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പല ഡിഷിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുട്ട്, അപ്പം, ചപ്പാത്തി, ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ കടല കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം രാത്രിയിൽ തന്നെ വെള്ളം ഒഴിച്ച് വെക്കണം. ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് രാവിലെ കുതിർത്ത് വെച്ചിട്ട് വൈകിട്ട് കടലക്കറി ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിവിടെ കുതിരാൻ വെച്ചിരുന്ന കടല ഇവിടെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴുകി നല്ല എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. ഇതിനെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിനെ കുക്കറിലോട്ടിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. എത്ര വെള്ളം ഒഴിച്ചാൽ മതി, നിരപ്പിന് വെള്ളം ഒഴിക്കുക. നമുക്കിത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമുണ്ട് ഇത് പൊളിച്ചൊക്കെ എടുക്കാനെങ്കിൽ നിങ്ങൾ 2 ചെറിയ ഉള്ളിയും കൂടി ഇടുക. ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ, പിന്നെ ഞാൻ ഇവിടെ ചെറിയ 2-3 തേങ്ങ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം അരിഞ്ഞ് വെക്കാം. ഞാൻ ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കാണാം. ടൊമാറ്റോ അരിഞ്ഞത്, ഗാർലിക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ അരിഞ്ഞത്. ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിയണം. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് കടല വേവിച്ചെടുക്കാം. കാണാം, കടല നല്ല വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടായി അതിന് ശേഷം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് എണ്ണ ഒഴിക്കാം. ഇപ്പം ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുകിടാം. ഇത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇടാം. ഇപ്പം ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയിടണം. നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടാം. നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതിലും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം. നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പം നമുക്ക് കറിവേപ്പില ഇടാം. ഗാർലിക് അരിഞ്ഞ് വെച്ചത് ഇടാം. ഇത് നല്ലോണം വഴറ്റുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഇട്ട് നല്ല വഴറ്റണം. ഇപ്പോൾ ടൊമാറ്റോ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ടൊമാറ്റോ നല്ല വഴണ്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവിക്ക് ആ ഒരു ടേസ്റ്റും ഒരു തിക്നെസ്സും കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ആഡ് ചെയ്യാം.
1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. ചില്ലി പൗഡർ ഇടാം. ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി കൊറിയാണ്ടർ പൗഡർ, ഞാൻ 3.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. ഇനി നമുക്ക് നല്ലവണ്ണം ചൂടാക്കാം. മസാല എല്ലാം കൂടെ നല്ല ചൂടാക്കണം. മസാല നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ഒഴിക്കാം. വെള്ളത്തോടു കൂടി വേണം ഒഴിക്കാൻ. സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടൊന്ന് നല്ലോണം അടച്ചു വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലോണം കടലക്കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. കാണാം നമുക്കിനി ഒരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ബൗളിലോട്ട് ഒഴിക്കാം. ഞാൻ ഒരു ബൗളിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കടലക്കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, ദോശ, ഈവൻ ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇനിയും വീടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.